തക്കാളി കിലോ 10 രൂപ. തക്കാളി കിലോ 10 രൂപ. തക്കാളി കിലോ 10 രൂപ. ആ ഇതിനെന്താ വില? ആ ഒരു 5 കിലോ എടുത്തു. ആ വഴുതനങ്ങയ്ക്ക് എത്ര? ഇത് എന്റെ ബാഗാണ്. എന്റെ ബാഗ് വിടാൻ മര്യാദയ്ക്ക് ബാഗ് തന്നേക്ക്. പറഞ്ഞു എന്റെ ബാഗാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊക്കെ എന്താ ആൾക്കാരാണ്? ഒരു പാവം ജോലിക്കാരന്റെ ബാഗ് മോഷ്ടിക്കാൻ നോക്കണോ? ഇതൊന്നും ചോദിക്കാനും പറയാനോ ആരുമില്ലേ? വേണ്ട, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. ഭീംസിംഗിനെ മര്യാദയ്ക്ക് വിട്. ഏയ് കുട്ടി, മര്യാദയ്ക്ക് പോ നോക്ക്. അധികം വിളച്ചിൽ കാണിക്കാൻ നിൽക്കല്ലേ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എനിക്ക് ഭീംസിംഗ്. ആദ്യം വെറുതെ നോക്കി നിൽക്കുന്ന തക്കാളി എടുത്ത് അമ്മമാർക്ക് അറിയാം. ഇങ്ങനൊരു സംഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. എല്ലാവരും മുമ്പിൽ വെച്ചല്ലേ എന്നെ തല്ലിയത്. ഞാനൊരു പാവമായത് കൊണ്ടല്ലേ. ഞാനൊരു പാവമല്ലാന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കണം. ഇനി ആർക്കും എന്നെ തൊടാൻ പോലും ധൈര്യം കാണിക്കരുത്. അറിയിപ്പ്, ഈ മരുന്ന് കഴിച്ചാൽ അപകടം കൂടുതലാണ്. ഒരു മണിക്കൂർ, ഒരു ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം തന്നെ നിൽക്കും. പിന്നെ നോക്കിയാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മരുന്ന് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മറവി ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഞാനൊരു ശക്തിശാലിയായി മാറും. അതിൽ യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ എന്നെ ഒരുപാട് തല്ലി. നിങ്ങൾക്ക് എന്നെ തല്ലാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മരുന്ന് ശരിക്കും പ്രവർത്തിക്കുമെങ്കിൽ നാളെ രാവിലെ തന്നെ ഞാൻ ശരിക്കും ഒരു ശക്തിശാലിയായി മാറും. എന്നിട്ട് വേണം എനിക്ക് ആ കള്ളന്മാരൊരു കൈ നോക്കാൻ. ഭീംസിംഗ്, എനിക്ക് ചായ കുടിക്കാൻ സമയമായി. വേഗം എടുത്തോണ്ട് വാ. താനാരാ? അകത്തെങ്ങനെ കേറിപ്പറ്റി? ഭീംസിംഗ്, ഭീംസിംഗ് നീ എവിടെയാ? ഇങ്ങനെ ഒച്ച വെക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ തന്നെയാണ് ഭീംസിംഗ്. ഇനി എനിക്കിവിടെ ചായ ഉണ്ടാക്കുന്ന പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഞാനൊരു പാഠം പഠിപ്പിക്കുന്ന സമയമായിരിക്കുന്നു. ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം ഈ ഭീംസിംഗ് ഒരു വലിയ സംഭവമാണെന്ന്. പോട്ടെ, പിന്നെ കാണാം. ശിവ, ശിവ ഒന്ന് വേഗം പുറത്തോട്ട് വന്നേ.
എന്തു പറ്റി മുത്തശ്ശ? എന്തിനാ ഇങ്ങനെ ഉറക്കെ വിളിച്ചത്? നീ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നീയും ഇതുപോലെ നിലവിളിക്കും. നമ്മുടെ ഭീംസിംഗ് ഉണ്ടല്ലോ, ഭീംസിംഗിന് എന്താ പറ്റിയത് മുത്തശ്ശ? ഭീംസിംഗ് ഒറ്റ രാത്രി കൊണ്ട് ഒരു വലിയ ഫയൽവാനായി മാറി. ഞാൻ അവനോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയോ? ഇനി അവൻ ചായയൊന്നും ഉണ്ടാക്കി തരില്ല എന്ന്. ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞ അവൻ ഇറങ്ങിപ്പോയത്. ഇനി അവൻ പുറത്ത് നിന്ന് എന്തെല്ലാം കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയില്ല. ഒന്ന് നോക്ക് ശിവ. ഡോണ്ട് വറി മുത്തശ്ശ, ഭീംസിംഗ് നല്ലൊരു മനുഷ്യനാണ്. ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ പുറത്ത് ചെന്ന് നോക്കാം. എന്താണ് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലെന്നുണ്ടോ? ഞാൻ ഭീംസിംഗ് ആണ്. എവിടെ പോയി അവന്മാര്? ഇന്നലെ എന്നെ തല്ലിയ കള്ളന്മാര്. അവരൊക്കെ ആ കാണുന്ന കടയിലുണ്ട്, അങ്ങോട്ട് ചെന്ന് നോക്ക്. നീ പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. പോടേ. ബെറ്റുണ്ടോ? എത്ര രൂപയ്ക്ക് ബെറ്റ്? അല്ല, താൻ ആരോടോ തടിയാ? നിന്റെ ഉണ്ടക്കണ്ണ് വെച്ച് എന്തിനാ അങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞാൻ ആരാണെന്നോ? ഇന്നലെ ഒരു പാവത്തിനെ നിങ്ങളെല്ലാരും ചേർന്ന് തല്ലി ചതച്ചില്ലേ? ഇന്നലെ നിങ്ങളുടെ വകയായിരുന്നു, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വകയാണ്. പിടിച്ചോ. സോറി കൂട്ടുകാരാ, സോറി. നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഇന്നലെ ഞങ്ങളൊക്കെ നിങ്ങളെ അല്ല, ഒരു മാറാല വടി പോലെ ഇരുന്നവനെയാ ഞങ്ങൾ അടിച്ചത്. സോറി സോറി. എങ്ങോട്ടേ ഓടണ? ആ പാവം ചെറുക്കൻ ഞാൻ തന്നെയാണ്, നിനക്കറിയോ? എങ്ങോട്ടേ പോണത്? നന്ദി ചേട്ടാ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോവാ ചേട്ടാ. അയ്യോ, നട്ടലൊടിഞ്ഞേ. ഹലോ ഹലോ, ലഡ്ഡു സിംഗ് സാറേ, എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് വാ. ഭീംസിംഗ് മാർക്കറ്റിൽ വന്ന് തല്ലുകൂടുക. എന്താ പറഞ്ഞ? ഭീംസിംഗ് മാർക്കറ്റിൽ തല്ലുണ്ടാക്കുന്നോ? അവന് ഇത്രയും ധൈര്യം എവിടുന്നാ വന്നേ? ഫോൺ കൊടുക്ക, അവന് വേഗം ഫോൺ കൊടുക്കാൻ. ഭീംസിംഗ്, ഈ ഫോണിൽ ലഡ്ഡു സിംഗ് സാറുണ്ട്, അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ പറയുന്നു. ഇതാ. ഹലോ, പറയൂ ലഡ്ഡു സിംഗ് സാറേ. ഭീംസിംഗ്, നീ ആവശ്യമില്ലാതെ മാർക്കറ്റിൽ തല്ലുണ്ടാക്കണമെന്ന് കേട്ടല്ലോ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ശിവയുടെ വീട്ടിലെ ജോലിക്കാരനായതുകൊണ്ട് നിനക്ക് ഞാൻ തൽക്കാലം വാർണിംഗ് മാത്രം തരുന്നു. മര്യാദയ്ക്ക് എല്ലാം നിർത്തിക്കൊള്ളാം, അല്ലെങ്കിൽ നീ മുത്തശ്ശന്റെ വേണ്ടപ്പെട്ടവനാണെന്ന് ഞാൻ മറന്നു പോകും. പറഞ്ഞത് കേട്ടല്ലോ. നിയമത്തിന്റെ മുന്നിൽ എല്ലാ കുറ്റവാളികളും ഒരുപോലെ തന്നെയാണ്, കേട്ടോ വിഡ്ഢി. ലഡ്ഡു സിംഗ്, താനും തന്നെ ഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്താനോ? ഇതൊക്കെ കേട്ട് പേടിക്കുന്ന ആൾക്കൂട്ടത്തിൽ പെട്ട ആളല്ല ഞാൻ. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വന്ന് നിൽക്ക്, കേട്ടല്ലോ. ഭീം സിംഗ്, താൻ എന്നെ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനാണോ ചാലഞ്ച് ചെയ്യാൻ നോക്കണേ? അത് കൊള്ളാം. വന്നേ, നമുക്ക് അവിടെ വെച്ച് തന്നെ നേരിട്ടൊന്ന് കാണണം. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് വന്നേ. എന്നാ ശരി ലഡ്ഡു സിംഗ്, ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും നേരിട്ട് അവിടെ വെച്ച് തന്നെ കാണാം. അങ്കിൾ, നിങ്ങൾ ഭീംസിംഗിനെ ഇവിടെ എങ്ങാനും കണ്ടിരുന്നോ? നിങ്ങളുടെ ഭീംസിംഗ് ലഡ്ഡു സിംഗുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. എന്ത്? ലഡ്ഡു സിംഗ് സാറേ, ഭീംസിംഗുമായിട്ട് തല്ല് കൂടരുത്. തീർച്ചയായിട്ടും സാർ തോറ്റുപോകും. ഡോണ്ട് വറി ശിവ. ലഡ്ഡു സിംഗ് വേദാ സിറ്റിയിൽ ഇതുപോലത്തെ എത്ര എണ്ണത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഭീം സിംഗ് എനിക്കൊരു ഉറുമ്പാണ്. അവനെ കൈകാര്യം ചെയ്യാൻ എനിക്കൊരു 5 മിനിറ്റ് പോലും വേണ്ടെന്നേ. ലഡ്ഡു സിംഗിന്റെ ധൈര്യത്തിനെ കുറിച്ച് ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ പ്രശസ്തമാണ്. ഞാൻ ആരാ മോൻ? ഇതാണെങ്കിൽ എന്റെ സ്വന്തം താവളമല്ലേ. ഭീംസിംഗ്, ഭീംസിംഗ്.
ഭീംസിംഗ് ഫയൽവാൻ ആയതോടെ എത്ര ജോലിക്കാരെ പുറകെ വന്നിരിക്കണേ? അല്ല ഭീം സിംഗ് എവിടെ പോയി കാണുന്നില്ല. ലഡ്ഡു സിംഗ് ഒന്ന് ശരിക്കും രണ്ട് കണ്ണ് തുറന്ന് നോക്ക്. നിങ്ങൾ പറയുന്ന ഭീം സിംഗ് നിങ്ങളുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഐ, എന്റെ അമ്മ. ഇതുപോലത്തെ തമാശയൊന്നും പറയരുതേ. ഇങ്ങനെ പേടിപ്പിക്കുന്ന തമാശയൊന്നും പറയല്ലേ. തമാശ പറയുന്നൊക്കെ ഞാൻ എന്നോ നിർത്തേ. ഞാൻ തന്നെയാണ് ഭീം സിംഗ്. എന്റെ മുഖം ശരിക്കും നോക്കിയേ. താൻ എന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചാലഞ്ച് ചെയ്തവനല്ലേ? ഇപ്പൊ എന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ വേഗം തയ്യാറായിക്കോ. ഭീംസിംഗ് വേഗം വീട്ടിലേക്ക് വാ, അവിടെ മുത്തശ്ശൻ കാത്തിരിക്കാണ്. ശിവാ, ഈ ലഡ്ഡു സിംഗ് എനിക്കെതിരെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ചെയ്താലും രണ്ടിലൊന്ന് നോക്കിയിട്ട് തന്നെ കാര്യം. എടാ റാം, ഫൈറ്റ് ഇപ്പൊ തന്നെ തുടങ്ങാം. രക്ഷിക്കണേ. വേണ്ട. തല്ലല്ലേ. വേണ്ട വേണ്ട, എന്നെ തല്ലല്ലേ. ഞാനൊരു പാവാണ്. വേണ്ട. രക്ഷിക്കണേ. ആരെങ്കിലും രക്ഷിക്കണേ. വേടറാ, എന്നെ തല്ലല്ലെന്ന് പറ. വേണ്ട. വേണ്ട, തല്ലല്ലേ. വേണ്ട. തല്ലല്ലേ. എന്നെ വിട്ടേക്ക്. ശിവാ. വേണ്ട, എന്നെ തല്ലല്ലേ. ഈ ഫൈറ്റ് ഒന്ന് നിർത്തുന്നുണ്ടോ? വേണ്ട വേണ്ട വേണ്ട. ചവിട്ടല്ലേ. ഞാൻ പോയിക്കോട്ടെ. വിട്, വിട്. എന്നെ വിടാറില്ല പറഞ്ഞ്. ഭീംസിംഗ് വേണ്ട, അങ്ങനെ ചെയ്യരുത്. അദ്ദേഹത്തെ വിട്ടേക്ക്. വേണ്ട. വിടാറില്ല പറഞ്ഞ്. വേണ്ട. വേണ്ട, വിട്. നിർത്തുന്നുണ്ടോ? ഈ ഫൈറ്റ് ഒന്ന് വേഗം നിർത്താം. ബാക്കി കാര്യം. ഈ വേദാസിറ്റിന്ന് ആരും എന്നെ തൊടാനുള്ള ഒരു ധൈര്യം കാണിക്കരുത്. ഇത് ഇവിടെ എല്ലാവർക്കും ഒരു പാഠമായിക്കോട്ടെ. വേഗം നോക്കൗട്ട് ആവോ ലഡ്ഡു സിംഗ്. വേഗം നോക്കൗട്ട് ആയിക്കോ, അല്ലെങ്കിൽ ഈ ഭീം സിംഗ് നിന്നെ വെറുതെ വിടില്ല. ഭീംസിംഗ് പറയുന്ന കേൾക്ക്, ഇനിയെങ്കിലും മതിയാക്ക്. നോക്കൂ, ലഡ്ഡു സിംഗ് സർ നോക്കൗട്ട് ആയി കഴിഞ്ഞു. ഇന്ന് തൊട്ടേ വേദ സിറ്റിയിലെ ഏറ്റവും വലിയ ബലശാലി ഈ ഞാൻ തന്നെയാണ്. ഇനി ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. വേദ സിറ്റിയിലെ ഏറ്റവും വലിയ ബലശാലി ഈ നിൽക്കുന്ന ശിവയാണ്. അവൻ നിന്നെ എവിടെ വെച്ചും എപ്പോ വേണമെങ്കിലും തോൽപ്പിച്ചിരിക്കും. ഇവനെ തോൽപ്പിക്കാനാവില്ല. ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ ഭീംസിംഗിനെ കൊണ്ട് ഇനി ശിവയെ ഇടിപ്പിക്കാത്ത കുറവുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഏറ്റുമുട്ടാൻ തയ്യാറാണ്. ഈ വരുന്ന ഞായറാഴ്ച ഇതേ സ്ഥലത്ത് വെച്ച് എല്ലാരും മുമ്പിൽ വെച്ച് ഈ ശിവയുമായി ഞാൻ ഏറ്റുമുട്ടാൻ തയ്യാറാണ്. എനിക്ക് ഭീംസിംഗുമായിട്ട് വഴക്കിടാൻ ഒരു താല്പര്യമില്ല. അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ ഈ ലഡ്ഡു സിംഗിനെ എന്നും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കും. കേട്ടല്ലോ? എന്നും പോലീസ് സ്റ്റേഷനിൽ വന്ന് വേണ്ട, അതൊന്നും വേണ്ട. ശിവ, എന്നെ രക്ഷിക്ക്. ഈ അഹങ്കാരം പിടിച്ചവന്റെ അഹങ്കാരം നീ തന്നെ ഒന്ന് മാറ്റി കൊടുക്കണം. ശിവ, ശിവ, നിനക്ക് ഞാൻ തന്നെ ട്രെയിനിങ് തരാം. യു ഡോണ്ട് വറി. ഓക്കെ, ഞാൻ നല്ലൊരു ട്രെയിനർ ആണെന്ന് അറിയാലോ. ഓക്കെ ഭീം സിംഗ്, ഓക്കെ. അടുത്ത ഞായറാഴ്ച യു ക്യാൻ ഗോ നൗ. ശിവ, എനിക്ക് ഭീംസിംഗിന്റെ മുറിയിൽ നിന്നൊരു പുസ്തകം കിട്ടി. അവൻ കുറച്ച് പച്ചമരുന്ന് ഉണ്ടാക്കി കഴിച്ചതുകൊണ്ടായി ഇങ്ങനെ ഫലവാനായി മാറിയത്. ആ മരുന്നിന്റെ ഫലം അവന്റെ തലയിലും കയറി പിടിച്ചെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ മാർക്കറ്റിൽ പോയി എല്ലാവരുമായി അടിയുണ്ടാക്കുന്നത്. മുത്തശ്ശ, ദാ നോക്കൂ, ഈ മരുന്നിനെ ബലമില്ലാതാക്കാൻ വേറൊരു മരുന്നും എഴുതിയിട്ടുണ്ട്. മുത്തശ്ശൻ ഇത് റെഡിയാക്കണം. യെസ്, ഉടനെ ചെയ്യാം. ശിവ, നാളെ രാവിലെ കൃത്യം 5 മണിക്ക് ട്രെയിനിങ്ങിന് എത്തിക്കോളൂ. കമോൺ ശിവ, വേഗത്തിൽ, വളരെ വേഗത്തിൽ ഓട്. ചീറ്റയുടെ വേഗം വേണം നിന്റെ ഓട്ടത്തിൽ. ഓട്, സ്പീഡ് കൂട്ട്.
യെസ് ശിവ, ഇപ്പൊ ഒന്ന് പറഞ്ഞേ. അഥവാ അങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നീ ആ ഭീംസിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതൊന്ന് പറഞ്ഞേ കേക്കട്ടെ. കാണിച്ചതാ. നീ ഇതെങ്ങനെ ചെയ്തെന്ന് പറ ശിവ. സിംഗ് സാറേ, ഒരാൾക്ക് എത്ര തന്നെ ശക്തി ഉണ്ടായാലും അവരുടെ കൈവിരലുകളും ബോഡിയുടെ ചില പാർട്സും വേദനകൾ ഒരിക്കലും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളൊന്ന് തല്ലിയാ മാത്രം മതി, അങ്ങനെ പറന്നു പൊങ്ങി താഴോട്ട് വീഴും. യൂടി, നിങ്ങള് ശിവ പറഞ്ഞത് കേട്ടല്ലോ. ഇതൊക്കെ കണ്ട് പഠിക്കൂ. ശിവയ്ക്ക് ഇതൊക്കെ ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തത്. നിങ്ങൾക്കും വേണമെങ്കിൽ പഠിക്കാട്ടോ. ഭീംസിംഗ്, നിനക്കിത് എന്താ പറ്റിയത്? നീ ശിവയോട് തല്ലുകൂടൂ? എനിക്കിവിടെ വെച്ച് തെളിയിക്കണം ഈ നഗരത്തിലെ ഏറ്റവും വലിയ ശക്തിശാലി ഞാനാണെന്ന്. ഭീംസിംഗേ, എനിക്ക് നിങ്ങളുടെ ഒപ്പം മത്സരിക്കേണ്ട. വേണ്ട, മത്സരം നിർത്തിക്കോളൂ. പറ്റില്ല, നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇടിച്ചിടിച്ച് അവരുടെ പരിപ്പ് ഇളക്കും. എല്ലാ ആൾക്കാരും ഞാൻ ഇടിച്ച് തകർക്കും. എന്നാ ശരി ഭീംസിംഗ്, നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. പക്ഷെ പരിക്ക് എന്തെങ്കിലും വേറ്റാൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് പരിക്കേൽക്കാണോ? നോക്കാം, മിണ്ടാതെ ഫൈറ്റ് തുടങ്ങാം. ഫൈറ്റ് സ്റ്റാർട്ട്. ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല. വേണ്ട, ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ്. ശിവേനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് എന്നെയാണല്ലോ എറിയാൻ നോക്കുന്ന. ഇനി നാളെ രാവിലേക്കകം ഭീംസിംഗ് ശരിയായിക്കോളൂ. കൂട്ടുകാരെ, ഈ മത്സരത്തിന്റെ വിന്നർ എന്റെ ശിഷ്യനാണ്. രാവും പകലും കുറെ ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ അവന് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. യെസ്, നമ്മുടെ ശിവ. ഭീംസിംഗ്, ഒരു ചായ കൊണ്ടുവരൂ. മുത്തശ്ശാ, ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട ഇഞ്ചി ചതച്ചിട്ടിട്ടുള്ള ചായ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് അറിയില്ല, ശരീരം മുഴുവനും ആരോ ഇടിച്ച് ചതച്ച പോലൊരു വേദന. സഹിക്കാൻ പറ്റുന്നില്ല. വല്ലം മരുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞോ? ഇതൊന്നും അത്ര കാര്യമാക്കണ്ട ഭീംസിംഗ്.
രാത്രിയായാ നേരം വെളുക്കാതിരിക്കില്ലല്ലോ, ശരിയല്ലേ ശിവ? അതെ മുത്തശ്ശ, രാത്രിയായാൽ നേരം വെളുക്കാതിരിക്കില്ലല്ലോ. നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നത് പോലെ ഉണ്ടല്ലോ. എന്റെ ഭീംസിംഗെ, നിങ്ങളോട് എന്ത് ഒളിക്കാനാ? അതായത് നിങ്ങൾ ഒരു ദുസ്വപ്നം കണ്ടു എന്ന് വിചാരിച്ചോളൂ, അത് അവസാനിക്കുകയും ചെയ്തു. ഈ സന്തോഷത്തിന്റെ അവസരത്തിൽ ഞാനൊരു ഗാനം ആലപിക്കാം. അല്ല, പാട്ട് മുഴുവനാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഓടിക്കളഞ്ഞതെന്താ?